കഴിഞ്ഞ ദിവസം വന്ന മദർഷിപ്പ് അത് തുടരുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അത് തുടരുന്നതിന് പ്രധാന കാരണം ഈ കണ്ടെയ്നറുകളുമായി എത്തിയ ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ പുതിയ തുറമുഖമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കണ്ടെയ്നർ ഇറക്കുന്നതിന് ചെറിയൊരു സാവകാശം സ്വാഭാവികമായി അത് വേണം, അബദ്ധം പറ്റരുതല്ലോ. പക്ഷെ നാളെ തീരം വിടാൻ തന്നെയാണ് സാധ്യത. കൊളംബോ തുറമുഖമാണ് അടുത്ത ലക്ഷ്യമെന്ന് അറിയുന്നു. നമുക്ക് ഏതായാലും അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്, അവിടെ നിന്ന് ചോദിക്കാം. അഖിൽ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരം? ഒരു എന്താ പറഞ്ഞ ഒരു പുതിയ സൂര്യോദയം വിഴിഞ്ഞത്തിന് മാത്രമല്ല കേരളത്തിന്, ഭാരതത്തിന്. അതാണ് ഈ സാൻ ഫെർണാണ്ടോയുടെ വരവോടുകൂടി അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നത് ഇപ്പോഴും തുടരുകയാണോ? ഇതിൻ്റെ മടക്കയാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? അതുപോലെ തന്നെ സാവധാനത്തിലായതാണ് എന്നാണല്ലേ നമുക്ക് കിട്ടുന്ന സൂചന. അതായത് ആദ്യമായി നടക്കുന്ന ഒരു ഓപ്പറേഷൻ ആണല്ലോ. ഇതുവരെ എന്ത് ട്രയൽ നടത്തിയെന്ന് പറഞ്ഞാലും ശരിക്കുള്ള ഒരു ആക്ച്വൽ ഡ്രസ് റിഹേഴ്സൽ എന്ന് പറയുന്നതിനും അപ്പുറമല്ലേ ഇത്. ശരിക്കുള്ള കണ്ടെയ്നർ കൊണ്ടുവന്ന് അത് ഇവിടെ ഇറക്കി വയ്ക്കുകയാണ്. അഖിൽ, പ്രദീപ്, വീണ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളത്തിന് അല്ലെങ്കിൽ ഭാരതത്തിന് പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നുദിക്കുന്ന സൂര്യൻ അത് പുതിയൊരു വികസനത്തിൻ്റെ, പുതിയൊരു പ്രതീക്ഷയുടെയും പുതിയൊരു പ്രത്യാശയുടെയും ഒരു സൂര്യോദയം തന്നെയാണ്. മലയാളി 3.5 പതിറ്റാണ്ട് കാത്തിരുന്ന ആ വിഴിഞ്ഞമെന്ന സ്വപ്നത്തിന് യാഥാർത്ഥ്യമായി ആ സൂര്യകിരണം തന്നെയാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ വിഴിഞ്ഞത്തടിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഭാരതത്തിൻ്റെ സമ്പദ്ഘടനയെ പോലും മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് എത്തിയ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ്, അതിൽ നിന്നും ഇപ്പോഴും കണ്ടെയ്നർ ഇറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ നിതിൻ അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടാകും. കാരണം നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള റിഹേഴ്സലുകൾ, അതായത് താൽക്കാലികമായി അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ പോലും തട്ടേ കയറിയുള്ള ഒരു ഫൈനലായിട്ടുള്ള ഒരു അഭിനയം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ആ ഷിപ്പിൽ ഉള്ള ആ കണ്ടെയ്നറുകൾ ഇറക്കുകയാണ്. ഇത് ഇന്നലെ എത്തിയിരുന്നു. ഏകദേശം 1500ഓളം അടുപ്പിച്ച കണ്ടെയ്നറുകളുമായിട്ടാണ് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഈ മദർഷിപ്പ് ഈ വിഴിഞ്ഞത്തിൻ്റെ തീരത്തേക്ക് എത്തുന്നത്. അതിൽ ഏകദേശം 1000ഓളം അടുത്തുള്ള കണ്ടെയ്നറുകൾ ഇതിനകം തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും അനൗദ്യോഗികമായി നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെയോ ഇവിടെ നിന്നും ഇത് അടുത്ത് പോകുക കൊളംബോയിലേക്കായിരിക്കും. ഇത് പോകുന്ന വഴി അടുത്ത് വീണ്ടും നിരവധിയായിട്ടുള്ള ഈ ഷിപ്പുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 2 മാസത്തോടു കൂടി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇത് കമ്മീഷൻ ചെയ്ത് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. അങ്ങ് അകലെ നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും കണ്ടെയ്നറുകൾ ഇറക്കുന്ന ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതൊരു നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിൻ്റെ മുഴുവനായിട്ടുള്ള വികസനമാണ്, ഒരു നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ്, ഒരു തലമുറയുടെ പ്രത്യാശയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാകുന്നത്. എത്ര തരത്തിലുള്ള ജോലികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തലമുറയ്ക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന ഒരു വസ്തുതയും ഒരു യാഥാർത്ഥ്യവും ഒരു വശത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ഒരു വാർത്തയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയം മറ്റൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇത് ആരാണ് തുടങ്ങിയത്, ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്, ആരാണ് ഇതിനെപ്പറ്റി ചിന്തിച്ചത്, ആരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്, ആരാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് വേഗത കൂട്ടിയത് എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയം കൂടി ഇതിൽ നിൽക്കുന്നുണ്ട് എന്നത് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പദ്ധതിയും ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല. EMSൻ്റെ കാലം തൊട്ട് മാറി മാറി വന്ന എല്ലാ സർക്കാരുകൾക്കും ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ രൂപീകരണത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് EMSൻ്റെ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി അച്യുതമേനോനും സി കേശവനും പട്ടം താണുപിള്ളയും കെ കരുണാകരനും EK നായനാരും ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും പിന്നെ പിണറായി വിജയനും അടക്കുന്ന കേരളത്തിൻ്റെ ഒരു വലിയ നീണ്ട കേരളത്തിൻ്റെ ഭരണശിലാ കേന്ദ്രം, ജനാധിപത്യ കേരളത്തിൻ്റെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന എല്ലാ വികസനത്തിനും തുടക്കം. അതിന് അകമഴിഞ്ഞ എല്ലാ സഹായങ്ങളും അതാതു കാലത്തെ കേന്ദ്ര സർക്കാരുകളും നൽകി എന്നത് ഒരു കാര്യമാണ്. ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി ഷിപ്പിംഗ് മന്ത്രി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം രാജ്യം കണ്ട സദ്ഭരണത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് രാജ്യത്തിന് ഇത്തരത്തിലൊരു വികസനമുള്ള ഒരു ഷിപ്പിംഗ് വേണമെന്ന അല്ലെങ്കിൽ ഒരു പോർട്ട് വേണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ കൃത്യമായ ഒരു ലക്ഷ്യബോധം കൂടി ഇത് നടപ്പിലാക്കുന്നതിൻ്റെ, ഇതിൻ്റെ വേഗതയിൽ ഇതിൻ്റെ പരിപാടികൾ, കാര്യക്രമങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി പോലും ഇന്നലെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പോയി. ഗ്യാപ് ഫണ്ട് അടക്കം ലഭിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇടപെടലുകളെല്ലാം തന്നെ
അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് വളരെ കാര്യം വളരെ പ്രൊഫഷണലായി തന്നെ അദ്ദേഹം പറഞ്ഞു. കാര്യം അതല്ലാതെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാവില്ല എന്നുള്ള എല്ലാവർക്കും അറിയാമെങ്കിലും അത് പിന്നെ ഈ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഇറക്കിയ അവരുടെ ബ്രോഷറിലൊക്കെ വിജയ വഴിയിൽ എന്നൊക്കെ ആയിരുന്നുവെങ്കിലും ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, അക്നോളജ് ചെയ്തു, കേന്ദ്ര സർക്കാരിന് നന്ദിയും പറഞ്ഞു. അത്രയും സന്തോഷം. ഏതായാലും അഖിൽ, കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കാം. തുടർന്ന് ഹാപ്പനിങ് അവേഴ്സിലും ഒക്കെ ഈ കണ്ടെയ്നർ ഇറക്കുന്നതും അതുപോലെ ഷിപ്പ് മൂവ്മെന്റ് ഇനി വേറെ എന്തുണ്ട് എന്നുള്ളൊക്കെ വിവരങ്ങൾ അറിയിക്കുക. തൽക്കാലം അഖിലിനെ ഫ്രീ ആക്കി